കുടുംബവിളക്ക് സീരിയലിൽ വേദികയായി ആദ്യം മറ്റൊരു നടിയായിരുന്നു. കഴിഞ്ഞ ലോക്ക്ഡൗൺ മുതലാണ് വേദികയായി നടി ശരണ്യ ആനന്ദ് എത്തിയത്. എപ്പോഴും സുമിത്രയെ പരാജയപ്പെടുത്തണമെന്ന വാശിയിൽ കഴിയുകയാണ് നമ്മുടെ വേദിക. മനോഹരമായി വേദികയെ അവതരിപ്പിക്കാൻ ശരണ്യ ആനന്ദിന് കഴിഞ്ഞിട്ടുണ്ട്. സീരിയലിൽ അങ്ങനെയാണെങ്കിലും ജീവിതത്തിൽ ശരണ്യ വില്ലെത്തിയൊന്നുമല്ല കേട്ടോ. വനിതാ മാഗസിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് അഭിനയ ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ നടി വ്യക്തമാക്കിയത്. താരം ജനിച്ചതും പഠിച്ചതുമെല്ലാം ഗുജറാത്തിലായിരുന്നു. അച്ഛൻ ആനന്ദ് രാഘവൻ, അമ്മ സുജാത, അനിയത്തി ദിവ്യ. ഇതാണ് കുടുംബം. അച്ഛനും അമ്മയും മലയാളികൾ തന്നെയാണ്. കൊല്ലംകാരനായ അച്ഛനും ആലപ്പുഴക്കാരിയായ അമ്മയും ഗുജറാത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ വെച്ച് കണ്ടുമുട്ടി വിവാഹിതരായി. നടി, അവതാരിക, കൊറിയോഗ്രാഫർ, ഫാഷൻ ഡിസൈനർ, നേഴ്സ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചാണ് താരം അഭിനേത്രിയായി മാറിയത്. പഠിക്കുന്ന കാലത്ത് സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ഫോട്ടോകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ കാര്യമുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊറിയോഗ്രഫി എന്നൊരാശയം മനസ്സിൽ വന്നത്. ശ്രീജിത്ത് മാസ്റ്ററുടെ കീഴിൽ നൃത്തം പഠിച്ചു. അദ്ദേഹത്തോടൊപ്പമാണ് ഷൂട്ടിംഗ് സെറ്റിൽ പോയി തുടങ്ങിയത്. കൊറിയോഗ്രാഫി അസിസ്റ്റൻ്റായിട്ട് 7 സിനിമകൾ ചെയ്തു. പിന്നാലെ സ്റ്റേജ് ഷോകളും കിട്ടി. പിന്നീട് ഗുജറാത്തിൽ നിന്നും കൊച്ചിയിലേക്ക് താമസം മാറി. തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചാണ് അഭിനയത്തോടുള്ള തുടക്കം കുറിച്ചത്. 1971, ബിയോണ്ട് ബോർഡേഴ്സ്, മാമാങ്കം, ചങ്ക്സ്, ചാണക്യതന്ത്രം എന്നീ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് താരം. കോവിഡ് കാലത്തായിരുന്നു താരത്തിൻ്റെ കല്യാണം. മനേഷ് രാജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു ബിസിനസ്സുകാരനാണ്. നാഗ്പൂരിൽ സെറ്റിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. താരത്തിന് മാസത്തിൽ 10-12 ദിവസമാണ് ഷൂട്ടിംഗ് ഉള്ളത്. ബാക്കി ദിവസങ്ങളിൽ മനേഷേട്ടൻ്റെ വീട്ടിൽ പോകുമെന്നാണ് താരം പറയുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.